സക്സസീവ് ഡിസ്കൗണ്ടിൽ ചോദിക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് കോമ്പിനേഷൻസിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് തരുന്നത് അല്ലെങ്കിൽ കുറവ് ഡിസ്കൗണ്ട് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്സ് തന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് എ സെയിൽ എ ടി വി ഷോപ്പ് ഓണർ ഓഫേഴ്സ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഫോർ എനി കൺസ്യൂമർ ടു ചൂസ് ഫ്രം. Which of the following options will give the best possible price to the shop owner as a percentage of the market price of an item? അതായത് തന്നിരിക്കുന്നതിൽ ഇവിടെ ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടുന്ന, ശ്രദ്ധിക്കേണ്ട കാര്യം ഷോപ്പ് ഓണർക്കാണോ കസ്റ്റമർക്കാണോ, അതായത് ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടണം എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് മിനിമവും, കസ്റ്റമർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടണം എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് മാക്സിമം ആവണം. അപ്പൊ ഇവിടെ ഇതിലേതാണ് മിനിമം ഡിസ്കൗണ്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇതിൽ നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണെങ്കിലും ഇതിന്റെ എല്ലാ കേസസിലും ഡിസ്കൗണ്ട്സിന്റെ സമ്മ് സെയിം ആണ്. 25 + 15 40 ആണ്, ഇവിടെയും 40 ആണ്, ഇവിടെയും 40 ആണ്, ഇവിടെയും 40 ആണ്. അങ്ങനെ വരുന്ന കേസിൽ സക്സസീവ് ഡിസ്കൗണ്ട്സിൽ സമ്മ് സെയിം വരുന്ന കേസിൽ ഏതാണ് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മിനിമം ഡിസ്കൗണ്ട് തരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ അവരുടെ ഡിഫറൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഡിഫറൻസ് എവിടെയാണോ മാക്സിമം അത് മാക്സിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും എവിടെയാണോ ഡിഫറൻസ് മിനിമം വരുന്നത് അത് മിനിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളിവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ 25ഉം 15ഉം ഡിഫറൻസ് 10 ആണ്, 30ഉം 10ഉം ഡിഫറൻസ് 20 ആണ്, 35ഉം 5ഉം ഡിഫറൻസ് 30 ആണ്, 20ഉം 20ഉം ഡിഫറൻസ് 0 ആണ്. സോ മിനിമം ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് എവിടെയാണ്? മിനിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് ഡിഫറൻസ് മിനിമം വരുന്നിടത്തും മാക്സിമം ഡിഫറൻസ് കിട്ടുന്നത് മാക്സിമം ഡിഫറൻസ് വരുന്നിടത്തുമാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കസ്റ്റമറുടേതല്ല ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ മിനിമം ഡിസ്കൗണ്ട് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ 0 ഡിഫറൻസ് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന്